25,000 കിലോമീറ്റർ മാത്രം. ഹൈലൈറ്റ് പിന്നെ കിലോമീറ്ററിനനുസരിച്ച് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. വെറും 25,000 മാത്രം ഓടിയ വാഹനമാണ്. ഒരു 10-20 ലക്ഷം രൂപന്റെ മാറ്റാണ്. 3000 കിലോമീറ്ററിന് വെറും 5-6 മാസം 5 മാസം. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2019. ഹൈലൈറ്റ് കിലോമീറ്റർ ആണ്. 13,000 കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ, 5 വർഷം കൊണ്ടാണ്. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടുന്ന് വിട്ടു പോകില്ല. വണ്ടി വാങ്ങിയാലും പിന്നെ അതേ പറയാൻ ബന്ധങ്ങളുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പ്രീമിയം വാഹനങ്ങളുടെ ഒരു കിടിലൻ കളക്ഷൻ ആയിട്ടല്ലേ നിരന്തരമായിട്ട് അൻഫാൽക്കന്റെ കൂടെ സഫാരി കാസിൽ ജിതിനെത്തി. അപ്പോ എന്താ പറയാ, ഒരു ആത്മബന്ധം നിലനിർത്തി ഇടയ്ക്ക് ജിതിനെ കാണണം. അതെ, അത്രയേ ഉള്ളൂ. അപ്പൊ അൻഫാൽക്ക ഒരുപാട് സ്റ്റോക്ക് ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ സ്റ്റോക്കുകൾ നമ്മൾ ഈ യാർഡിൽ ഇപ്പൊ കാണുന്നുണ്ട്. ഒരുപാട് വണ്ടി കിടക്കുമ്പോഴാണ് ഇപ്പൊ ജിതിനെത്തിയിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായും. ഇതിലിപ്പോ ഇന്നോവകളും അതേപോലെ തന്നെ എല്ലാ സെഗ്മെന്റും ഉണ്ട്. അതേപോലെ നമ്മളെ ചെറുവണ്ടികളൊക്കെ ഉണ്ട്. ചെറുവണ്ടികൾ പറഞ്ഞാൽ 5 ലക്ഷം രൂപന്റെ മേലെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ബഡ്ജറ്റും ഉണ്ട്. നമ്മള് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്തായാലും പ്രീമിയം സെഗ്മെന്റ് കാണിക്കാം. പ്രീമിയം സെഗ്മെന്റ് കാണിക്കാം. പക്ഷേ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ നമ്മൾ അപ്പുറത്തെ ഷോറൂമിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു 10-12 വണ്ടി കാണിക്കാം. അതായത് ഒരു BMW, ബെൻസ് ഒക്കെ ഒരു 6 ലക്ഷം മുതൽ ഒരു 12 ലക്ഷം രൂപന്റെ ഉള്ളിലില്ലേ ഒരു 10-12 വണ്ടി നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഉള്ള സെഗ്മെന്റ് ഒരു സ്റ്റാർട്ടിംഗ് പ്രീമിയത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ വണ്ടികളുണ്ട്. ഇതെല്ലാം കേരള വണ്ടി തന്നെയാ? ഇത് ഒറിജിനൽ കേരള വണ്ടികളാണ് മിക്കതും. 1-2 പുറത്തേ ഉള്ളൂ. ഇത് കുറച്ച് ഹൈ-എൻഡ് വേരിയന്റ് വരുന്ന വണ്ടികളാണ്. കുറച്ച് കൂടിയതാണ്. വണ്ടികളുടെ ഒരു ലുക്ക് കണ്ടുപോകാം. അൽഫാൽക്കന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കുറെ വാഹനങ്ങൾ. ഇതിലുള്ള വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോ ഷോറൂമിന്റെ ലൊക്കേഷൻ ആദ്യമായിട്ട് കാണുന്ന ആർക്കെങ്കിലും അറിയാൻ വേണ്ടി പറയാണ്. കരുവാരക്കുണ്ട്, മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട്, പെരിന്തൽമണ്ണ, മഞ്ചേരി, അതേപോലെ തന്നെ നിലമ്പൂർ. 25-30 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് വരും ഈ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താം. അതാണ് കറക്റ്റ് ലൊക്കേഷൻ. അപ്പോ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ലോൺ ഇല്ല, അതേ പറയാണ്. നിങ്ങൾക്ക് ലോണിന്റെ ടൈം അനുവദിച്ചു തരും. നിങ്ങൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുള്ള ടൈമും കാര്യം, അതിനുള്ള പേപ്പറും കാര്യം എന്താ വെച്ചാൽ സൗകര്യം ചെയ്തു തരും. ലോൺ സൗകര്യം ആദ്യമേ കൊടുക്കാറില്ല അല്ലേ? അത്രേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. പോവാം. നമ്മൾ ആദ്യം വൈറലാവുന്ന ടൊയോട്ടയുടെ വീഡിയോ ചെയ്തിട്ടാണ് സഫാരി കാസിൽ. അപ്പൊ ടൊയോട്ട മുതൽ തുടങ്ങാം. ഫോർച്യൂണർ ആണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത് 2021 മോഡല്, 22 രജിസ്ട്രേഷൻ. ഒരു ലോ കിലോമീറ്റർ വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ എഞ്ചിൻ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, 2 വീൽ ഓട്ടോമാറ്റിക്, 4 വീൽ ഡ്രൈവ് അല്ല. ഏകദേശം 50 ലക്ഷം രൂപന്റെ അടുത്ത് അല്ലെങ്കിൽ 50 ലക്ഷം രൂപന്റെ മുകളിൽ കമ്പനിയിൽ വില ഉണ്ട്. ഓൺ റോഡ് പ്രൈസ് വരും. ഇതിന്റെ ഫൈനൽ പ്രൈസ് വരുന്നത് 43,75. ചെറിയൊരു ഡിപ്രിസിയേഷൻ ഒക്കെ നമുക്ക് കസ്റ്റമർ വരുമ്പോൾ ചെയ്ത് കൊടുക്കാം അല്ലേ? 43,75,000 രൂപയ്ക്ക് 2021 മോഡൽ, 22 രജിസ്ട്രേഷൻ, 25,000 കിലോമീറ്റർ മാത്രം. ഹൈലൈറ്റ് പിന്നെ കിലോമീറ്ററിനനുസരിച്ച് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. വെറും 25,000 മാത്രം ഓടിയ വാഹനമാണ്. വാറണ്ടി നിലവിൽ എന്തൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത വാറണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ വാറണ്ടി ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോർച്യൂണറിന് നമ്മളടുത്ത് 14 ലക്ഷം, 15 ലക്ഷം, 16 ലക്ഷത്തിനൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. കസ്റ്റമർ വിളിക്കുമ്പോൾ നമ്മൾ അപ്ഡേഷൻ തരാം. ഇന്നോവകളും ഉണ്ട്. ഇന്നോവ വീഡിയോ ഇപ്പൊ നമ്മൾ ചെയ്യലില്ലല്ലോ. ഇന്നോവ ചെയ്യാൻ കിട്ടും. ഒരു 5-8 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ്ടോ, ഈ 2 ലൈനിൽ ഇന്നോവ ഉണ്ട്. പക്ഷെ നമുക്ക് ഓൾറെഡി വന്ന കസ്റ്റമർക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അവര് വന്ന് അവർക്ക് വണ്ടി പോകാതെ നിന്നാലേ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. കാരണം ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ മടങ്ങിപ്പോയ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അടുത്ത വണ്ടിയിലേക്ക് അടുത്തതാ ഒരു അഡാർ SUV. അതെ, ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. ഇത് അൻഫാൽക്ക ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞാല് ഇത് 2023 മോഡൽ മാനുഫാക്ചർ, 24 രജിസ്ട്രേഷനിലെ വണ്ടി. ആകെ 3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂം പോയാലൊരു 90 ലക്ഷത്തിന്റെ മേലെ, 94 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് ഇപ്പത്തെ വണ്ടിക്ക് വരുന്നുണ്ട്. ഈ വണ്ടി ഇറങ്ങുമ്പോൾ 87 ലക്ഷം രൂപയോളം ഈ വണ്ടിക്കും വില വന്നിട്ടുണ്ട്. ഇതിപ്പോ അണ്ടർ വാറണ്ടി അണ്ടർ വാറണ്ടി 3 വർഷത്തെ വാറണ്ടി 3 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പൊ ഇനി 1 വർഷം ആയിട്ടുള്ളൂ, ബാലൻസ് ഉണ്ടാവും. അതേപോലെ ഒരു റുബിക്കോൺ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഒന്നും ചിന്തിക്കണ്ട. പുതിയ വണ്ടി എടുക്കണ അതേ ഫീൽ എടുക്കാം. 3,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒന്നും നോക്കാനില്ല. ഇത് റാംഗ്ലറിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് റുബിക്കോൺ പക്ക ഓഫ് റോഡ് സ്പെക്ക് വരുന്ന വണ്ടിയാണ്. പ്രൈസിങ് എങ്ങനെ ഇപ്പോ? ഇത് 73 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. അത്രയും മാറ്റം വന്നു. എന്തുകൊണ്ടും ഇത് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ബെറ്റർ പ്രൈസാണ്. കാരണം ഒരു 10-20 ലക്ഷം രൂപന്റെ മാറ്റാണ്. 3000 കിലോമീറ്ററിന് വെറും 5-6 മാസം 5 മാസം പഴക്കത്തിൽ അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. പുതിയ വണ്ടി എടുക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഈ ഒരു വണ്ടി ഒന്നേ നമ്മളത്തെ സ്റ്റോക്ക് ഉള്ളൂ. ആരെങ്കിലും വണ്ടിക്ക് ലക്ഷ്യം വെച്ച് വരികയാണെങ്കിൽ വിളിച്ചിട്ട് വരണം. ഓക്കെ, എന്തായാലും നെഗോസിയേഷൻ നടന്നുകൊണ്ട് കുറച്ച് മുന്നേ വീഡിയോ ചെയ്തോണ്ടേ 2-3 കസ്റ്റമറെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. മെർസിഡസ് ബെൻസ് ML 350 അല്ലേ? ഓക്കെ, എങ്ങനെയാ? അതായത് 2012 മോഡൽ. ഇത് PY രജിസ്ട്രേഷനാണ്. പോണ്ടിച്ചേരി നമ്മുടെ മാഹി ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. പോണ്ടിച്ചേരി ആവുമ്പോൾ നമ്മൾ അതർ സ്റ്റേറ്റ് പോലെയല്ല, അത്യാവശ്യം റീസെയിൽ കൂടുതലും ഉണ്ട്. കുറെ ആൾക്കാർക്ക് അവിടെ അഡ്രസ്സിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രൈസിൽ ML 350 ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ്. ഓക്കെ, നല്ല വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മേജർ കാര്യങ്ങൾ സർവീസ് ഒക്കെ ഉണ്ട്. ഹിസ്റ്ററി നമുക്ക് എടുക്കുന്നുള്ളൂ. കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. വിളിച്ച് ചോദിച്ചാൽ കാര്യങ്ങൾ പറഞ്ഞു. അതെ അതെ, ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ട് തന്നെ കൊടുക്കും. നമ്മളെ ചെക്കിങ്ങിൽ വണ്ടിയൊക്കെ ഓക്കെയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് പറയുമ്പോൾ ചെറിയ ആക്സിഡന്റ് ഉണ്ടോ എന്ന് ആൾക്കാർ ചിന്തിക്കും. അത് നമ്മൾ എന്താ ചെറിയ ആക്സിഡന്റ് പറയാത്ത ഈ ബമ്പർ ടച്ചപ്പ് അല്ലെങ്കിൽ ഒരു റണ്ണിംഗ് ബോർഡൊക്കെ ആക്സിഡന്റ് തന്നെയാണല്ലോ. മേജർ ആയിട്ട് ആക്സിഡന്റ് ആയിട്ടില്ല. ചെറിയ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് 14,90 കൊടുക്കാം. 14,90,000 ഒരു ML 350. ഇതേ സാധനം തന്നെ നമ്മളത്തെ ഒറിജിനൽ കേരളയുണ്ട്. അതിലോട്ട് പോകുമ്പോൾ അതിന്റെ പ്രൈസ് മനസ്സിലാവും. ഇത് നല്ല വണ്ടി തന്നെയാണ്. ഓക്കെ, ഇത് ഈ വണ്ടിയാണ്. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ടാവും. ഇങ്ങോട്ട് കേരളത്തിലോട്ട് മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷെ ബെറ്റർ ഇത് പോണ്ടിച്ചേരി ആയതുകൊണ്ട് ഇനി അവിടെ ആ ഏരിയയിലോട്ടുള്ള ആളുകൾക്കൊക്കെ എന്തുകൊണ്ടും ബെറ്ററാ. ഈ ഒരു ചെറിയ പ്രൈസിൽ ML 350. ഇത് ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര ടാക്സ് വരും? എന്തായാലും ഒരു 3 ലക്ഷത്തിന്റെ മേലെ വരും. ഓക്കെ, ഏകദേശം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതൊരു സെയിം ML 350. ഇത് കേരള വാഹനമാണ്. KL10 വൈറ്റ് വേണ്ടവർക്ക് വൈറ്റും ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് ഒക്കെ ഉണ്ട്. ഓക്കെ, പറയൂ എങ്ങനെ? ഇത് 1 ലക്ഷം കിലോമീറ്റർ, പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മുടെ മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടി തന്നെ. ഒറിജിനൽ കേരള വണ്ടി. 350 മോഡല് 2012. ഈ 12 2 ഷേപ്പ് വരുന്നുണ്ട്. ഇതിന്റെ മുന്നേ ഷേപ്പ് ഉണ്ട്, ഓൾഡ് ഷേപ്പ്. അത് നമ്മളെടുത്തുണ്ട്. അപ്പൊ അത് ഒറിജിനൽ കേരള തന്നെയുണ്ട്. മറ്റേ ആടിലുണ്ട്. അത് നമുക്കൊരു 13 ലക്ഷം രൂപന്റെ അടുത്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് 22 ലക്ഷം രൂപ വരും. 22 ലക്ഷം രൂപ 2012 ഇതേ ഓപ്ഷനിൽ ഇതേ മോഡലില് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. 10 ലക്ഷം രൂപ കുറച്ച് നമ്മളടുത്ത് അവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ ഫേസ് വ്യത്യാസമുണ്ട്. ഇത് ന്യൂ ഷേപ്പ് മാറ്റണ്ടാവും. അതാണ്. ഇതിനുശേഷം 15-16 ശേഷമാണ് GLE വരുന്നത്. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത റേഞ്ച് റോവർ വെലാർ. അതായത് ഇപ്പോഴത്തെ വിലയിൽ ഏകദേശം 1,18,00,000. അന്നത്തെ വിലയാണ് ഏകദേശം 1 കോടിയുടെ അടുത്ത് ഏകദേശം വില. അപ്പൊ നോക്കുകയാണെങ്കിൽ മിനിമം 30 ലക്ഷം ടു 50 ലക്ഷം വരെ ഡിഫറൻസ് ഷോറൂം വിലയിൽ നിന്ന് കിട്ടും. മാറ്റം വരുന്ന ഒരു വാഹനമാണ് കേരള വണ്ടി. കേരള അല്ല, ഇത് PY രജിസ്ട്രേഷൻ. PY ആണ്. PYയും കേരളൊക്കെ ഇപ്പൊ ഏകദേശം ഒരേമാതിരി. കാരണം ആ ഒരു ഏരിയക്ക് നോക്കുമ്പോഴേ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ഉണ്ടോന്ന് ചോദിച്ചിട്ട് തന്നെ വിളി വരലുണ്ട്. കാരണം ആ ഭാഗത്ത് ഒരുപാട് കസ്റ്റമർ ഉണ്ട് നമുക്ക്. കാരണം പോണ്ടിച്ചേരി നമുക്ക് അടുത്താണല്ലോ. പിന്നെ കേരള വണ്ടി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതാക്കാനും പറ്റും. നമുക്ക് NOC എടുത്ത് മാറ്റാം. പിന്നെ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ ഒരു ഓണർ ആയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 2019 മോഡലാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ലോ കിലോമീറ്റർ വാഹനമാണ്. പിന്നെ ഇത് എയർ സസ്പെൻഷൻ വരാത്ത മോഡലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊന്നും വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. എയർ സസ്പെൻഷൻ ആണ് പണി വരാൻ ചാൻസ്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ഡിമാൻഡിലുള്ള ഒരു ഓപ്ഷനും മോഡലും കൂടിയാണ് ഈ ഒരു വേരിയന്റ്. വെലാർ. ഇതിപ്പോ എങ്ങനെയാ? ഇത് നമുക്ക് ഫൈനല് 69 ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 69 ലക്ഷം. അതായത് അത്യാവശ്യം വെലാർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആണത്. ഈ പ്രൈസിൽ വണ്ടി വേറെ നമുക്ക് അന്വേഷിക്കുമ്പോൾ അറിയാം. ഇനി ഒറിജിനൽ കേരള വണ്ടി ഒക്കെ ആണെങ്കിൽ 78-80 ലക്ഷം രൂപ എന്തായാലും മാർക്കറ്റ് ഉണ്ട്. 80ന്റെ മേലക്ക് നോക്കിയാൽ മതി. അപ്പൊ ഇത് PY അവിടെ അഡ്രസ്സിലെ ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ. തന്നെ ഒരുപാട് നമ്മുടെ മലയാളികളുണ്ട്. ഇനിയിപ്പോ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ഒരു 7 ലക്ഷം to 8 ലക്ഷം രൂപന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് ടാക്സ് അടച്ച് കേരള വണ്ടി ആക്കാം. അപ്പോഴൊരു 76-77 ലക്ഷം രൂപയാണ് കസ്റ്റമർക്ക് വില വരുള്ളൂ. കേരള വണ്ടിന്റെ വില അപ്പോഴും വരുന്നില്ല. അടുത്തത് ബെൻസിന്റെ ഒരു ഹെവി ഐറ്റം, ഒരു SUV സെഗ്മെന്റ് തന്നെയാണ്. GLE 43 അല്ലേ? AMG കൂപ്പെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇതൊരു മുതലാണ്. അതായത് വണ്ടി പ്രാന്തന്മാർക്കൊക്കെ പറ്റിയ മുതല്. അതെ, അതായത് 2019 മോഡലിൽ ഇറങ്ങിയ GLE 43 AMG കൂപ്പെ. അതില് ഓറഞ്ച് എഡിഷൻ ആണ്. വണ്ടി നോക്കിയാൽ കാണാം. ഇത് എന്റെ അഭിപ്രായത്തിൽ അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ 3 വണ്ടിയേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു എഡിഷനിൽ. അപ്പൊ ഒരു പുതിയ വണ്ടിക്ക് പോണോന് നേരെ വരാം. ആകെ 13,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മള് ഒരു വീഡിയോ ചെയ്യണം കരുതി വന്നിട്ടുള്ളൂ.
ഒരു മുതൽ സാധനമാണ്. പക്ഷെ വണ്ടി പുതുപുത്ത വണ്ടിന്റെ സെയിം കണ്ടീഷന്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2019. ഹൈലൈറ്റ് കിലോമീറ്റർ ആണ്, 13,000 കിലോമീറ്റർ. 5 വർഷം കൊണ്ടാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ അത് ഏകദേശം 1,40,00,000 രൂപന്റെ അടുത്ത് ഇപ്പൊ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഷോറൂമിന്റെ കാര്യം നമ്മൾ പറയാം. അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 1.25 മേലുണ്ട്. സ്പെഷ്യൽ എഡിഷൻ എന്തായാലും ഉണ്ട്. അപ്പോ ഇത് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഫൈനലാണ് ഒരു 86 ലക്ഷം രൂപയാണ്. 86 ലക്ഷം കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഇത് റയർ ആണ്, തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അറിയാം. അതായത് ഒരു പ്രീമിയം സെഗ്മെന്റിൽ ഒരു AMG കൂപ്പെ നോക്കുന്ന ആൾക്കാർക്ക് അറിയാം, റയർ വണ്ടിയാണ്. ഇതിന് വേണ്ടവർ ഇങ്ങോട്ട് വന്നോളൂ. ധൈര്യമായിട്ട് ഇവിടെ ഉണ്ട്, കാരണം എപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ഇല്ലാത്തൊരു മോഡലാണ്. ലോ കിലോമീറ്റർ ആണ്. പിന്നെ ഇതുമാടെ ചിന്തിക്കണം, AMG കൂപ്പെ ഉണ്ടാവും, പക്ഷേ ഇത് സ്പെഷ്യൽ എഡിഷൻ ആണ്, ഓറഞ്ച് എഡിഷൻ ആണ്. ഇതിൽ ബ്ലാക്ക് എഡിഷൻ ഒക്കെ വരുന്നുണ്ട്. ഓറഞ്ച് എഡിഷൻ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. ഇതേ ഓടിക്കണം. ലോകത്ത് ഇന്നേ വരെ ആരും ഈ വാഹനം ആക്സിഡന്റ് ആയി മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഉറപ്പ് ഞാനും പറയാനില്ല, അങ്ങനെയാണ് കേട്ടത്. വോൾവോ XC90. ഓക്കെ, അപ്പൊ അത്രയും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വോൾവോ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ, അതർ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ ആണ്, ഡൽഹി രജിസ്ട്രേഷൻ ആണ്. ഇങ്ങോട്ട് നമുക്ക് NOC എടുത്ത് കൊടുക്കാം. അത്യാവശ്യം ഡിമാൻഡില്ല, അത്യാവശ്യം എൻക്വയറി ഉള്ള ഒരു മോഡലാണ് XC90. കാരണം 8-5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇതും ഇതിന്റെ ഷോറൂം പ്രൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഉറുപ്പ്യന്റെ മേലെ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഇപ്പത്തെ വില ഫൈനലാണ് 39,75,000 രൂപ. NOCയിൽ 39,75 നിങ്ങൾക്ക് 2016 മോഡൽ XC90. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറാണെങ്കിൽ എന്തായാലും ഒരു 2016 ആയതുകൊണ്ട് ഒരു 5 ലക്ഷം രൂപ നമ്മൾ കാണണം. കറക്റ്റ് കാൽക്കുലേഷൻ ഞാൻ കസ്റ്റമർ വിളിക്കുമ്പോൾ ചെയ്ത് കൊടുക്കുക. കാരണം ഷോറൂം പ്രൈസ് നോക്കി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഞാനത് നോക്കിയിട്ട് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ പ്രൈസ് 39,75. ഇത് കേരള വണ്ടിയൊക്കെ ആണെങ്കിൽ 60 ലക്ഷം രൂപന്റെ മേലെ വില പോകും. ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അത്രയും ലാഭം കിട്ടുന്നുണ്ട്. ഇത് ഇപ്പൊ നമ്മൾ കാണിച്ച വണ്ടി ഒന്നും നിങ്ങള് വണ്ടിന്റെ പ്രൈസ് കണ്ടിട്ട് കൂടുതലാണെന്ന് പറയരുത്. അതായത് ഇപ്പോ 85 ലക്ഷം അല്ലെങ്കിൽ 73 ലക്ഷം എന്ന് പറയുമ്പോൾ കൂടുതൽ വലിയൊരു വില, വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ ആ വണ്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഒരു സെഗ്മെന്റ് കാണിക്കുന്നുണ്ട്. തീർച്ചയായും അത് നമ്മൾ ആ തുടക്കത്തിൽ കാണിച്ച സെഗ്മെന്റ് ഇപ്പോഴും നമ്മൾ വിട്ടിട്ടില്ല. അതായത് സാധാരണക്കാർക്കും BMW ബെൻസും ഓടി എടുക്കാന്ന് അന്നും ഇന്നും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഏതൊരാൾക്കും വന്ന് വാങ്ങിക്കാൻ പറ്റിയ സ്റ്റോക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. നമ്മളെ ആദ്യത്തെ ഷോറൂം, നമ്മളെ ഫസ്റ്റ് വീഡിയോയില് അൻഫാൽഖാന്റെ ഫസ്റ്റ് വീഡിയോ, ടൊയോട്ടേനെ തൊട്ട് മുന്നത്തെ വീഡിയോയില് ഫസ്റ്റ് തമ്മില് 7 ലക്ഷം രൂപയ്ക്ക് BMW അതായിരുന്നു. അത് അന്നും ഇന്ന് നമ്മൾ ഇതുണ്ട്. നമ്മൾ ആദ്യത്തെ ഷോറൂം ഫുള്ള് പൈന് വേണ്ടി ഒരു പ്രീമിയം, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയം കാറുകളാണ് ഇപ്പൊ അവിടെ സ്റ്റോക്കിലുള്ളത്. ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു 10-25 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഒക്കെപ്പാടെ നമ്മൾ ചാനലിൽ കാണിച്ചാൽ മൊത്തത്തിൽ കാണിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ കാണിക്കുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. പ്രീമിയം തന്നെ ഉണ്ട് ഏകദേശം നമ്മൾ 10-40 വണ്ടിന്റെ കളക്ഷൻ പ്രീമിയം തന്നെ. അത് ചില ടൈം ഇപ്പൊ ഈ കളക്ഷൻ കാണിക്കണേ ചിലപ്പോ ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ സെയിൽ ആയി കഴിഞ്ഞാൽ ഇതേപോലെ കയറണ പിന്നെ ടൈം എടുക്കും. കസ്റ്റമറൊക്കെ വിളിച്ചിട്ട് വരും. ഇപ്പൊ വരുന്ന ആൾക്കാർക്ക്, ഇപ്പൊ ഈ ഒരാഴ്ചയിൽ വരുന്ന ആൾക്കാർക്ക് ഒത്തിരി കളക്ഷൻസ് കാണാം ഏത് സെഗ്മെന്റിലും. അല്ല, ഞാനിങ്ങനെ കണ്ടിട്ടില്ല, ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇത്ര ഫുൾ ആക്കിയിട്ട് എല്ലാവിധ ഐറ്റംസും ഉണ്ട്. ഇപ്പൊ ക്രെറ്റ, എറ്റിയോസ് ലീവ, അതേപോലെ നമ്മളെ കിയ സെൽറ്റോസ്, അതേപോലെ സോണറ്റ്, നമ്മളെ കിയന്റെ മറ്റേതില്ലേ സ്കോഡ കുഷാക്ക് കാണുന്നുണ്ട്. അപ്പൊ ആ സെഗ്മെന്റിൽ വോൾസ്വാഗൻ പോളോ, XUV, അർബൻ ക്രൂയിസർ ആ സെഗ്മെന്റിൽ ഉണ്ട്. ഫോർച്യൂണർ, ഇന്നോവ ആ സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഇത് 39,75,000. ഇനി ഈ സെഗ്മെന്റിൽ തന്നെ നമ്മൾ കാണിക്കാത്ത മോഡൽ ഉണ്ട്, അടുത്ത സ്റ്റോക്കിൽ കയറാണ്ട്. അതായത് നമ്മളെ GLS, GL350 അതൊക്കെ കാണാണ്ട്. ഇവിടെ വണ്ടി ഫുള്ളാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ മാക്സിമം ഉൾപ്പെടുത്തും. ആയിക്കോട്ടെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോ നമ്മള് റേഞ്ച് റോവർ ഇവോക്കിന്റെ ഒരു 5-6 വണ്ടി കുറെ വണ്ടി സെയിൽ ചെയ്തൊരു മോഡലാണ് ഈ വോക്ക്. ആദ്യം മുതലേ വീഡിയോയിൽ എപ്പോഴും ഒരു ഇവോക്ക് ഉണ്ടായില്ല, വരാറുണ്ട്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ, ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ, 1 ലക്ഷം കിലോമീറ്റർ, നല്ല ക്വാളിറ്റി വണ്ടിയാ, ഫുൾ സർവീസ് അല്ല. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. 28 ലക്ഷം രൂപയാണ്. 28 ലക്ഷം ചെറിയ മാറ്റം വരുത്താം. അപ്പൊ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചൊക്കെ സെയിലായി. ഇവോക്കിന് വലിയ ടെൻഷൻ നമുക്ക് കൊടുത്താലും ഉണ്ടാവില്ല. ഉപയോഗിക്കുന്ന ആൾക്കാരും ഹാപ്പിയാണ്, ആൾക്കാരുണ്ട്. കൊണ്ടുപോയാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. വലിയ ടെൻഷൻ ഇല്ലാത്തൊരു മോഡലാണ് ഈ മോഡൽ. കാരണം മെയിൻ്റെനൻസ് കമ്മിയാണ്. പിന്നെ അത്യാവശ്യം ഇപ്പൊ ഒരു 6 മാസം ഉപയോഗിച്ചിട്ട് ഈ കസ്റ്റമർ റിട്ടേൺ വന്നാലും
വലിയ ഡിപ്രിസിയേഷൻ സംഭവിക്കാത്തൊരു മോഡലാണ് ഇവോക്ക്. ഒരുവിധം പ്രീമിയം വണ്ടിയൊക്കെ ഇപ്പൊ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നമ്മൾ 5-6 മാസം ഉപയോഗിക്കുമ്പോൾ 5, 8, 9 ലക്ഷം രൂപയ്ക്ക് ഡിപ്രിസിയേഷൻ വരും. ഇതിന്മേ ഒരു 3, 3.5, 4 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ചെറിയ മാറ്റം വരുള്ളൂ. ഇനി നമ്മൾ കാണിക്കണ 10 ലക്ഷത്തിന്റെ 8 ലക്ഷത്തിന്റെ വണ്ടിയിൽ ഒരു 1, 2 ഒക്കെ മാറ്റം ഡിപ്രിസിയേഷന്റെ കാര്യത്തിൽ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഓപ്പണായി പറഞ്ഞു കൊടുക്കലുണ്ട്. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടുന്ന് വിട്ടു പോകില്ല, വണ്ടി വാങ്ങിയാലും പിന്നെ അതേ പറയാൻ അവർക്കും തന്നെ സെയിൽ ചെയ്യാൻ മറ്റൊരു ഓപ്ഷൻ കാണുന്നില്ല. അവർക്ക് സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മളത്തേക്ക് തന്നെ വരും. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ അതേമാതിരി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അടുത്ത വണ്ടിയിലേക്ക് ജീപ്പിന്റെ റാംഗ്ലർ കണ്ടു. അടുത്തത് മെറിഡിയൻ അല്ലേ? 7 സീറ്റർ വാഹനമാണ്. ഇനി കോമ്പസ് ഉണ്ടോ? കോമ്പസ് ഇല്ല. കോമ്പസ് ഉണ്ടായിരുന്നു, കൊടുത്തുല്ലേ? കൊടുത്തു സോറി. ഇതെങ്ങനെ കാര്യങ്ങൾ? ഇത് 2023 മോഡല്, 8000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ഒറിജിനൽ കേരള. അതായത് 44 ലക്ഷം രൂപ ഈ വണ്ടി എടുക്കുന്ന ടൈമിൽ ഇതിന്റെ ഓണർക്ക് വില വന്നിട്ടുണ്ട്. 44. ഈ വണ്ടിക്ക് ഒരു 48 ലക്ഷം രൂപയോളം വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് 37.25 കൊടുക്കാം നമുക്ക്. 37,75,000 വില കമ്മിയായിട്ടുള്ളത് കിട്ടുന്നത് 8000 കിലോമീറ്ററിനാണ്. 8000 കിലോമീറ്റർ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. അപ്പൊ സർവീസ് കഴിഞ്ഞ് കൊടുന്നു. വാറണ്ടി ഉണ്ടാവുമല്ലോ? വാറണ്ടി ഉണ്ടാവും, കൺഫേം ആണ്. 3 വർഷം കൺഫേം ആണ്. അങ്ങനെയാണ് 2026 വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. ഒരു പുതിയ വണ്ടി വാങ്ങണം അതേ ഫീൽ തന്നെ. വെറും 8000 കിലോമീറ്ററിൽ ഇത്രയും ലക്ഷം വ്യത്യാസം വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് പുതിയ എടുക്കുന്ന ഈ വണ്ടി ഒരു മുതലാട്ടോ, ഇതിനെ പറ്റി പഠിക്കണം. അതെ, തീർച്ചയായും. അതായത് നമ്മളൊരു കോമ്പസിന്റെ മൈൻഡിൽ ഇത് കൂട്ടണ്ട. 4x4 ആണ്, 7 സീറ്റർ ആണ്. 7 സീറ്റർ ആണ്. അത്യാവശ്യം ഹെവി വണ്ടിയാണ്. മെറിഡിയനെ പറ്റി പഠിച്ചാൽ മനസ്സിലാവും. തീർച്ചയായും. റീസെയിലിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് വാങ്ങിച്ച് 4-5 കൊല്ലം ഉപയോഗിച്ച് ടൊയോട്ടന്റെ വണ്ടി വിൽക്കണ പോലെ വിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച മാറി ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം കസ്റ്റമർക്ക്. BMW X1 ആണ് അടുത്തത്. നമ്മൾ ഇത്രയേറെ കണ്ടെന്ന് ഒന്ന് താഴ്ത്തി പിടിക്കുന്ന തോന്നുന്നു അല്ലേ? ഒരു എൻട്രി ലെവലിൽ SUV പ്രീമിയം കാറിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ഓപ്ഷനാണ് BMW X1. അത്യാവശ്യം റീസെയില്, മൈലേജ്, മെയിൻ്റെനൻസ് കമ്മിയൊക്കെ ഉള്ള ഒരു മോഡലാണ് X1. ഇത് 17 മോഡലാണ്. അതായത് 14-15 ശേഷം ഫേസ് ലിഫ്റ്റ് വന്ന മോഡല്. 17 മോഡൽ, ഒറിജിനൽ കേരള. ഇതിന് ശേഷം ഇപ്പോഴത്തെ ഷേപ്പ് അല്ലേ വരുന്നത്? ഒന്ന് മാറി ഷേപ്പ് മാറി. അതെ. ഇത് ഒറിജിനൽ കേരള, സിംഗിൾ ഓണർ. കിലോമീറ്റർ 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയാലും വണ്ടി ഇതിന്റെ മൈലേജും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. മൈലേജ് എന്തായാലും ഒരു 15 കിലോമീറ്ററിന്റെ മേലെ 100% ആ ഒരു കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഓട്ടം വന്നിട്ടുള്ളത്. അതെ, ഉപയോഗിക്കുന്ന ആളുകൾ 18-19 ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ 15 നിങ്ങൾ കൺഫേം ചെയ്തോളൂ. ഡീസലിന് അത്യാവശ്യം പ്രീമിയം വണ്ടിയിൽ നല്ലൊരു മൈലേജാണ്. മൈലേജിന്റെ രാജാക്കന്മാരിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നോക്കാം. അതെ. അപ്പൊ 2017 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ BMW X1 ഒറിജിനൽ കേരള വാഹനം എത്ര കൊടുക്കാം? 19,70,000. 19.25 ലക്ഷം അല്ലേ? ഓക്കെ. ലോണൊക്കെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ കുറെ ആൾക്കാർക്ക് നമ്മളെ ദേഷ്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മള് ഇവിടെ സൗകര്യം ഇല്ല എന്നുള്ളൂ. അതെ. അപ്പൊ ഞാൻ അത് ആവശ്യമില്ല ആൾക്കാർക്ക് ഇവിടെ വന്ന് വണ്ടിക്ക് അഡ്വാൻസ് ചെയ്ത് അവർക്ക് RC ഇൻഷുറൻസും കോപ്പി എടുത്ത്, പക്ഷെ ജെന്യൂനാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നില്ല ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ അവർക്ക് അതിനുള്ളിൽ എന്തായാലും പാസ്സായി കിട്ടും. നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടും. ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടും കൺഫർമേഷൻ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു എൻട്രി ലെവൽ പ്രീമിയം കാർ എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആണ് മെഴ്സിഡസ് ബെൻസിന്റെ C220D. വലിയ മെയിൻ്റെനൻസ് ഉണ്ടാവില്ല, മൈലേജും. നമ്മൾ X1 കൊണ്ടുപോകും. മെഴ്സിഡസിൽ തന്നെ എത്രയും പേര് റീസെയിൽ മാർക്കറ്റ് അടിച്ചു കയറിയ ഒരു വണ്ടി വേറെ ഇല്ല. കാരണം ഈ ക്ലാസിനെക്കാട്ടിലും വിലയാണ് C ക്ലാസ്. 15 വരുന്ന ഈ ക്ലാസിന്റെ വില C ക്ലാസ്സിനാണ്. അപ്പൊ അത് ഈ ഷേപ്പും ഈ ഒരു വണ്ടിന്റെ പെർഫോമൻസിനും കൊണ്ടാണ്. മെയിൻ്റെനൻസ് കമ്മിയാണ്, മൈലേജ് ഉണ്ട്, പിന്നെ ഒരു ക്യൂട്ട് ലുക്കാണ്. പിന്നെ ഈ ഷേപ്പിൽ ഈ ക്ലാസ് വന്ന് 17 തോന്നുന്നുണ്ട്. ഷേപ്പിൽ വന്ന് അത്യാവശ്യം എൻക്വയറിയിലെ മാർക്കറ്റിലൊരു മോഡലാണ്. 15 മോഡല്, ഒറിജിനൽ കേരള, സെക്കൻഡ് ഓണർ, ലോ കിലോമീറ്റർ ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉള്ളൊരു വണ്ടി തന്നെയാണ്. അത് ഫുൾ സർവീസ് എല്ലാം ഉണ്ടാവും. സർവീസ് ഒക്കെ ഉണ്ട്. ലോ കിലോമീറ്റർ വാഹനമാണ്, ഡീസൽ ആണ്. ഒരു 17-18 മൈലേജ് കിട്ടും. 15 നിങ്ങൾ കൺഫേം ചെയ്യാം. അതായത് നമ്മളെ ഈ ഓട്ടത്തിന് ലോങ് ഡ്രൈവിലൊക്കെയാണ് ആ മൈലേജ് പോകുള്ളൂ. നമ്മൾ ഈ ടൗൺ ഉപയോഗത്തിനൊക്കെ ഒരു 15 കിലോമീറ്ററിന്റെ അടുത്ത് എന്തായാലും 15 കിട്ടുന്നില്ല. സൺറൂഫ് ഒക്കെ വരുന്ന കേട്ടോ. സാധാ 1.2 പെട്രോൾ കാറിന് അത്രേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോ
പ്രൈസ് 27 ലക്ഷം രൂപയാണ്. ചെറിയ ഡിപ്രിസിയേഷൻ ഒക്കെ നമുക്ക് വരുത്താം. കേരള വണ്ടിയാണ്. 27,50,000. ഇതെന്താ നമ്മൾ കാണിക്കുന്ന വണ്ടിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വണ്ടി ഉണ്ടാവും, അതിന്റെ ഫൈനൽ പ്രൈസ് നമുക്ക് പറയാൻ പറ്റും. ചില വണ്ടി നമുക്ക് കസ്റ്റമർ പാർക്കാൻ സെയിൽ വെച്ചിട്ടുണ്ടാവും. ഒത്തിരി ആളുകൾ നമ്മളെ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവര് വണ്ടി വെക്കുമ്പോൾ അവര് പ്രൈസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കസ്റ്റമർ വരുമ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മൾ ഫൈനൽ ആക്കും. ചെറിയൊരു മാറ്റമൊക്കെ ചിലപ്പോൾ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചില വണ്ടിയിൽ ഡിപ്രിസിയേഷൻ സാധ്യത ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക് സെയിം C220D തന്നെയാണ്. നമ്മൾ കണ്ട ഷേപ്പിന്റെ തൊട്ട് മുന്നേയുള്ള ഷേപ്പ്. 2013 മോഡൽ. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ കിലോമീറ്റർ എത്രയാ? 55,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. ഇതിന്റെ മുന്നത്തെ കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്ത് തന്നെയാണ്. അവര് കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. 1 വർഷം ഉപയോഗിച്ചു, പക്ഷെ കിലോമീറ്റർ കുറച്ചേ ഓടിയിട്ടുള്ളൂ. എല്ലാവരും ഒരു ആഗ്രഹത്തിന് എടുക്കണല്ലേ. അപ്പൊ വീണ്ടും നമ്മളെ തന്നെ വന്നതാണ്. ഇതിന്റെ ഉള്ളൊക്കെ ഉണ്ടല്ലോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്. ഏതൊരാൾക്കും ധൈര്യമായിട്ട് എടുക്കാം. ഡീസൽ എഞ്ചിനാണ്, 220 ആണ്. ഒരു 15 കിലോമീറ്ററിന്റെ മേലെ എന്തായാലും മൈലേജ് കിട്ടും. മെയിൻ്റെനൻസ് കമ്മിയാണ്. ഇതൊരു 11.25 ലക്ഷം രൂപയാണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. 11,75,000. ഈ ഒരു പ്രൈസിൽ ധൈര്യമായിട്ടൊരു പ്രീമിയം വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒരു സെഗ്മെന്റ് മാറുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ ഒരു എന്താ പറയാ ഒരു കോമ്പാക്ട് SUV അങ്ങനത്തെ ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് ഒരു 8-10 ലക്ഷം രൂപ വില ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് മാറണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഇപ്പൊ ഇന്നോവ ക്രിസ്റ്റി, ഫോർച്യൂണർ വരെ ഷോറൂമിൽ നിന്ന് പുതിയ എടുത്ത കസ്റ്റമർ ഫാമിലി ആയിട്ട് നമ്മളെത്തി വരാറുണ്ട്. പക്ഷെ അവര് അത് 35-നും 50 ലക്ഷത്തിനും എടുത്തതാ. പക്ഷെ അവർക്ക് ഒരു 10 ലക്ഷം രൂപന്റെ പ്രീമിയം വണ്ടിയിലേക്ക് വരാൻ പേടിയാണ്. പക്ഷെ അവരെന്നോട് പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് ആഗ്രഹമുണ്ട്, അവരുടെ സ്വപ്നം കൂടിയാണ് എന്ത് പ്രീമിയം വണ്ടി. പക്ഷെ അത് എന്താവുന്നില്ല, ടെൻഷനാണ്. പക്ഷെ അങ്ങനെ ഒരു സെക്കൻഡ് കാർ ഒക്കെ എടുക്കേണ്ടവർക്ക് ധൈര്യമായിട്ട് ഇത്ര സെഗ്മെന്റ് ഒക്കെ എടുക്കാം. നഷ്ടപ്പെടാൻ വലുതായിട്ടില്ല. നിങ്ങൾക്ക് വലിയ മാറ്റം വരൂല. പ്രത്യേകിച്ച് എന്തായാലും സംഭവിക്കും. അതിൽ വണ്ടി എടുത്ത് ഉപയോഗിക്കുമ്പോൾ എന്തായാലും വരും. പക്ഷെ ഇതൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അപ്പൊ പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികൾ എടുത്താൽ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇത് അഡ്വാൻസ് ആയതാണ്. ഒരു ക്യൂട്ട് ലുക്ക് വണ്ടി, 35,000 കിലോമീറ്റർ വണ്ടിയാണ്. ഇതിന്റെ ചുരുക്കൊക്കെ അടിപൊളി ഒരു വണ്ടിയായിരുന്നു. 18-19 ലോ കിലോമീറ്ററിലെ ഒറിജിനൽ കേരള വണ്ടിയാണ്. നമ്മൾ കൊടുത്ത് അഡ്വാൻസ് ആയി. കസ്റ്റമർ ഇന്നലെ ബുക്കിംഗ് ചെയ്തു. അതായത് ജിതിനോ, ഇത് 2014 മോഡല്. കിലോമീറ്റർ ആകെ 55,000 ഓടിയിട്ടുള്ളൂ. അതൊന്ന് ഹൈലൈറ്റ് ആണ്. 55,000. പിന്നെ എംസ്പോർട്ടിന്റെ കിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 സീരീസിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 15-16 ലക്ഷം രൂപ ഉള്ളൂ. പക്ഷെ ഇത് കസ്റ്റമർ പാർക്കാൻ സെയിൽ വെച്ചതാ. അദ്ദേഹത്തിന് ഇത് നല്ല വില വന്നിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് 19.75 ആണ്. പക്ഷെ വണ്ടി നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ ഒരാള് ഇപ്പൊ ഒരു വണ്ടി എടുത്ത് എംസ്പോർട്ടിന്റെ കിറ്റ് കയറ്റി 55,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ കസ്റ്റമർക്ക് എടുത്ത് ഉപയോഗിക്കണോണ്ട് വലിയ തടസ്സമൊന്നുമില്ല. അതായത് വലിയൊരു പ്രൈസിൽ വിലപ്പാകുന്നില്ല മറ്റു വണ്ടികൾ കാണിച്ച പോലെ. പക്ഷെ എടുക്കാൻ ഒരു 3 സീരീസ് നല്ല വണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് എടുക്കുകയും ചെയ്യാം. 3 സീരീസ് നമ്മൾ C ക്ലാസിനെ കൊണ്ട് പറഞ്ഞ പോലെ എൻട്രി ലെവൽ വണ്ടിയാണ്. പ്രത്യേകിച്ച് ഈ ഷേപ്പിന് നല്ല മാർക്കറ്റ്. അതിൽ തന്നെ എംസ്പോർട്ടിന്റെ കിറ്റ് മൊത്തം കയറ്റിയിട്ടുണ്ട്. കിലോമീറ്ററും കമ്മിയാണ്. ഇത് കേരള രജിസ്ട്രേഷൻ ആണ്. ലൈഫ് ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ട്. 19 എത്രയായിരുന്നു? 19.75. നമുക്ക് കസ്റ്റമറോട് സംസാരിക്കാം. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല. വില അൻഫാൽക്ക് പറഞ്ഞു കഴിഞ്ഞു. മാർക്കറ്റ് ഏകദേശം ഒരു 15-16. ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ. കസ്റ്റമറോട് നമുക്ക് സംസാരിക്കാം. ചില ആളുകൾ അങ്ങനെയുള്ളൂ. പാർട്ടി വന്ന് നോക്കുമ്പോ ഇവർ സംസാരിച്ചിട്ട് റെഡിയാക്കി തരും. ശരി. ഓക്കെ, അത്രേ ഉള്ളൂ. 3 സീരീസ് കണ്ടു. അടുത്ത BMW 5 സീരീസ് ആണ്. 520D. അതെ, എങ്ങനെയാണ്? അതായത് ഇത് 2017 മോഡല്. 16,000 കിലോമീറ്റർ. വെറും ഇതിന്റെ ഹൈലൈറ്റ്. ഓൺലി 16,000 ഓടിയിട്ടുള്ളൂ. അത് വെറുതെ പറയുന്നതല്ല, നമ്മൾ അങ്ങനെ പറയോ? അതിന്റെ ഒറിജിനാലിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം. ജെന്യൂൻ വണ്ടിയാണ്. അതായത് ഇതിന്റെ കസ്റ്റമർ പാർക്കാൻ സെയിലിൽ വെച്ചതാണ്. അപ്പൊ അദ്ദേഹം അത്യാവശ്യം ഒരു പ്രൈസും അതിന് ഉദ്ദേശിക്കുന്നുണ്ട്. കിലോമീറ്റർ ഉണ്ടായതോ കണ്ടുകൊണ്ട് തന്നെ അയാള് ഫസ്റ്റ് ഓണറിൽ നിന്ന് പർച്ചേസ് ചെയ്താ. അദ്ദേഹം നല്ല പ്രൈസിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 35-75 ആണ് ഇപ്പൊ ഇതിന് പ്രൈസ്. 35,75,000 രൂപയാണ് ഇപ്പൊ. BMW 5 സീരീസ് ഇപ്പൊ അത്യാവശ്യം നല്ല ഡിമാൻഡില് ടൈപ്പില്ല. ഇതിന്റെ മുന്നത്തെ 2012 മോഡൽ നമ്മൾ എത്തുന്നുണ്ട്. ഒരു 12.25 കൊടുക്കാൻ പറ്റിയ വണ്ടി. അപ്പൊ 2 ദിവസം നമുക്ക് സ്റ്റോക്കിൽ കയറും സർവീസ്. അപ്പൊ ചെറിയ ബഡ്ജറ്റിന്റെ 5 സീരീസ് വേണ്ടവർക്കും നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട്. ഇത് 35.25, 16,000 കിലോമീറ്റർ. ഈ 12-13 ശേഷം ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടി. ഒരു പുതിയ വണ്ടി എടുക്കണ പോലെ എടുക്കാം. അപ്പൊ അതിന്റെ പ്രൈസും ഉണ്ട്. ഇനി അടുത്തും 5 സീരീസ് നമുക്ക് ചോദിച്ചാൽ നെഗോസിയേഷൻ നടക്കും. ചെറിയ മാറ്റം ഉണ്ടാവും. എന്തായാലും കസ്റ്റമറോട് നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ അവസാനത്തെ വാഹനം BMW 5 സീരീസ്. വാഹനം ഒരു ഹൈ എൻഡ് വണ്ടിയാണ്. 5 സീരീസിന്റെ
ഇപ്പോഴുള്ള ഷേപ്പിന്റെ തൊട്ട് മുന്നേ ഇപ്പൊ നമ്മൾ കാണിച്ച ഷേപ്പിന്റെ പുതിയ മോഡൽ. ആരെങ്കിലും ഒരു പുതിയ മോഡൽ ഷേപ്പ് 5 സീരീസ് പുതിയ വണ്ടി നല്ലൊരു വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നേരെ വന്നോളി. 2019 മോഡല് 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള. പ്രൈസ് 53 ലക്ഷം രൂപ. 53 ലക്ഷത്തിന് 50,000 കിലോമീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ 5 സീരീസിന് വില കൂടുതൽ എന്ന് പറയുന്നത് നമ്മൾ 12 ചില്ല ലക്ഷത്തിന്റെ പറഞ്ഞു, 35 ലക്ഷത്തിന്റെ പറഞ്ഞു, 53 ലക്ഷത്തിന്. വണ്ടി മോഡല് കിലോമീറ്റർ ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ചാണ് വണ്ടിന്റെ പ്രൈസിങ് വരിക. അപ്പൊ തീർച്ചയായിട്ടും ആരും ടെൻഷൻ ആവണ്ട. അപ്പൊ എല്ലാവരും വലിയ വണ്ടി കാണിച്ചപ്പോ ഇതിന് അൻഫർക്കൊക്കെ വലിയ വണ്ടികളെ കാണിച്ചിരുന്നില്ല കമന്റേ വരുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ സാധാരണക്കാരെ മറന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല, നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാ വേരിയന്റ് വണ്ടികളും അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ ഇവിടെ തന്നെ ഇപ്പൊ എല്ലാ സ്റ്റോക്കും സിറ്റി ഉണ്ട്, അതേപോലെ അൾട്ടിസ് ഉണ്ട്, പോളോ ഉണ്ട്, നമുക്ക് എസ് ക്ലാസ്, ഇ ക്ലാസ്, GLA ഒക്കെ ഞാൻ അവിടെ കാണിക്കാം. ചെറിയ ബഡ്ജറ്റിന്റെ വണ്ടികൾ എല്ലാം നമ്മൾ കാണിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ ഇന്നൊരു എന്താ പറയാ പ്രീമിയം സെഗ്മെന്റ് കാണിച്ചു. എന്തായാലും ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ പറയാണ്. അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇതിനെ പറ്റിയുള്ള സിംഗിൾ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി. സഫാരി കാസ് ബൈ ആൻഡ് ഫാൽ അതിൻ്റെ അകത്തുണ്ടാവും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു. എപ്പിസോഡ് നെക്സ്റ്റ് വരുന്നുണ്ട്. വെയിറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.